ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജു. നമ്മൾ പാരൻസിനെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ. അവരുടെ ആരോഗ്യകാര്യത്തെക്കുറിച്ച് അച്ഛനമ്മമാർക്ക് എപ്പോഴും ആവലാതിയാണ്. പ്രത്യേകിച്ച് ന്യൂ ബോൺ ബേബീസ് ആണെങ്കിൽ മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രായം വരെ അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ തൊട്ട് നോക്കുമ്പോൾ ചില സമയത്ത് തലയിലും നെറ്റിയിലും കുറച്ച് ചൂട് അധികമായിരിക്കും. ബാക്കിയുള്ള ശരീരഭാഗം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരുടെ തലയിൽ കുറച്ച് ചൂട് അധികമായിരിക്കും. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നും അതിനി പനിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പനിയാണോ എന്ന് കൺഫേം ചെയ്യണം. കുഞ്ഞിൻ്റെ തലയിലും നെറ്റിയിലും ചൂട് കൂടുതലാണ്, ബാക്കി ശരീരഭാഗം തൊട്ട് നോക്കുമ്പോൾ തണുത്താണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു തെർമോമീറ്റർ യൂസ് ചെയ്ത് ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യുക. ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുമ്പോൾ പനിയില്ല, നോർമൽ ടെമ്പറേച്ചർ ആണ് എന്നുണ്ടെങ്കിൽ 99.4 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടുതലല്ല എന്നുണ്ടെങ്കിൽ പനിയല്ല. അൺലെസ് മറ്റെന്തെങ്കിലും പനിയുടെ ലക്ഷണങ്ങൾ കൂടി ഉണ്ടോ എന്നുള്ളത് കൂടി നമ്മളൊന്ന് നോക്കണം. അതുപോലെ തന്നെ വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ നെറ്റിയിലും തലയിലും ചൂട് കൂടുതലാണെങ്കിൽ അവരുടെ വയറ് ഭാഗത്തും അതുപോലെ തന്നെ പുറത്തും തൊട്ട് നോക്കുക. അവിടെയും അതേപോലെ തന്നെ ചൂടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പനിയാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ തന്നെ തെർമോമീറ്റർ യൂസ് ചെയ്ത് ഒന്ന് ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് നോക്കി പനിയല്ല, ബാക്കി ലക്ഷണങ്ങളൊന്നുമില്ല, തലയിൽ മാത്രമേ ചൂടുള്ളൂ, വയറിലോ പുറത്തൊന്നും ചൂടില്ല എന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും? പനിയല്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞു, പക്ഷെ ടെൻഷൻ എന്നാലും മാറില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും തലയിൽ ചൂട് കൂടുതൽ, ബാക്കി ശരീരമൊക്കെ തണുത്തിട്ടാണല്ലോ ഇരിക്കുന്നുള്ളത്, അപ്പോൾ വേറെ എന്തായിരിക്കും എന്നാലോചിച്ചായിരിക്കും അടുത്ത ടെൻഷൻ. അതുകൊണ്ടാണ് തലയിലും നെറ്റിയിലും കുഞ്ഞുങ്ങൾക്ക് ചൂട് അധികമായിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം ബ്രെയിൻ മെറ്റബോളിസമാണ്, അതായത് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്. കുഞ്ഞുങ്ങൾക്ക് ബ്രെയിൻ മെറ്റബോളിസം അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ തലയിൽ ചൂട് കുറച്ച് കൂടുതലായിരിക്കും, ബാക്കി ശരീരഭാഗം തണുത്തായിരിക്കും ഇരിക്കുന്നത്. ഇതിൻ്റെ കാരണം ഒന്ന് ഞാൻ ഈ പറഞ്ഞ ബ്രെയിൻ മെറ്റബോളിസം നടക്കുന്നത് കൊണ്ടാണ്. മറ്റൊരു കാരണമാണ് അവരുടെ ശരീരത്തിൽ തെർമോ റെഗുലേഷൻ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ആയിട്ടില്ല എന്നുള്ളത്. നമ്മുടെ വലിയ ആളുകളുടെ ശരീരം പോലെ തെർമോ റെഗുലേഷൻ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ആയിട്ടില്ല അവർക്ക്. നമ്മൾ വലിയ ആളുകൾക്ക് നമ്മുടെ ചുറ്റുമുള്ള ടെമ്പറേച്ചറിനനുസരിച്ച് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറിന് 37 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് നമുക്ക് റെഗുലേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അത് സാധ്യമല്ല. അതുപോലെ തന്നെ ഒരു കാരണമാണ് നമ്മുടെ ചുറ്റുപാട് ചൂട് കൂടുതലായിട്ടിരിക്കുകയാണ്, അതായത് ഒരു സണ്ണി ക്ലൈമറ്റ് ആണ്, ചൂട് കൂടുതലുള്ളൊരു കാലാവസ്ഥയാണ് എന്നുണ്ടെങ്കിലും കുഞ്ഞിൻ്റെ തലയുടെ ഭാഗം അല്ലെങ്കിൽ തലയും നെറ്റിയും കുറച്ച് ചൂട് കൂടുതലായിരിക്കും. അതും ഈ തെർമോ റെഗുലേഷനുമായിട്ട് ബന്ധമുള്ളതാണ്. അതുപോലെ ഒരു കാരണമാണ് ഓവർ ക്ലോത്തിങ്. നമ്മളെപ്പോഴും ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് അവരെ നമ്മൾ നന്നായിട്ട് കവർ ചെയ്ത് അല്ലെങ്കിൽ പുതച്ച് മൂടിയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതും ഒരു റീസൺ ആണ്. കാരണം അവരുടെ ശരീരത്തിൽ സ്വെറ്റ് ഗ്ലാൻസ്, നമ്മുടെ ശരീരത്തിലുള്ള പോലെ തന്നെ വിയർപ്പ് ഗ്രന്ഥികൾ അല്ലെങ്കിൽ സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല, കുറവാണ്. അപ്പോൾ അവരുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ, അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചൂട് അവരുടെ തല വഴിയാണ് പുറത്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ തലയിൽ കുറച്ച് ചൂട് അധികമായിട്ട്, അതായത് ബാക്കിയുള്ള ശരീരഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ അവരുടെ തലയുടെ ചൂട് കുറച്ച് കൂടുതലായിട്ടിരിക്കുന്നതിൻ്റെ ഒരു റീസൺ ഇതാണ്. മറ്റൊരു കാര്യമാണ് ടീത്തിങ്. ഏകദേശം ഒരു 2 മാസം തൊട്ട് തന്നെ അവർ ടീത്തിങ് പ്രോസസ്സ് നടക്കും. പല്ല് മുളച്ച് പുറത്തേക്ക് കാണില്ല, പക്ഷേ ആ ഒരു ടീത്തിങ് പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ തലയുടെ ഭാഗം അല്ലെങ്കിൽ ഭാഗം ചൂട് കൂടുതലായിരിക്കും, പക്ഷേ ശരീരഭാഗം തണുത്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ വളരെ ചെറിയ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 മണിക്കൂറൊക്കെ അവരെ കിടത്തി ഉറക്കാറുണ്ട്. ചിലപ്പോൾ തൊട്ടിൽ കിടന്നുറങ്ങും, അല്ലെങ്കിൽ താഴെ ബെഡിലും മറ്റും നമ്മൾ കിടത്തി ഉറങ്ങും. അപ്പോൾ പ്രൊലോങ്ഡ് ആയിട്ട് കുറേ നേരം അവർ ഒരേ ഭാഗത്ത് കിടക്കുകയാണ്, ഒരേ പൊസിഷനിൽ കിടക്കുകയാണ് എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു തെർമോ റെഗുലേഷൻ കാരണം പ്രോപ്പറായിട്ട് ഡെവലപ്പ് ആവാത്തത് കൊണ്ട് തന്നെ അവർ തലയിൽ കുറച്ച് ചൂട് കൂടുതലായിരിക്കും, നെറ്റിയിലും അല്ലെങ്കിൽ കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗത്ത് ചൂട് കൂടുതലായിരിക്കും. മറ്റൊരു കാര്യമാണ് അവർ എന്തെങ്കിലും ഡിസ്കംഫേർട്ട് കാരണം ഓവറായിട്ട് കരയുകയാണ് എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ ആ ഒരു ആങ്സൈറ്റിയും ഈ ക്രൈയിങ്ങും എല്ലാം കാരണം അവരുടെ തലയുടെ ഭാഗം ചൂട് കൂടുതലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഇതൊന്നും പനിയുടെ കാരണങ്ങളോ അല്ലെങ്കിൽ വേറെ ഒരു അസുഖങ്ങളോ ഒന്നുമല്ല. കുഞ്ഞ് മറ്റ് ലക്ഷണങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഡിസ്കംഫോർട്ടോ ഒന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് ജസ്റ്റ് ബ്രെയിൻ മെറ്റബോളിസം നടക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ എന്തെങ്കിലും കൊണ്ടാവും, ഓവർ ക്ലോത്തിങ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ചൂട് കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും ആ ഒരു തലയുടെ ഭാഗത്ത് കുറച്ച് ചൂട് കൂടുതലായിട്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുകയോ അല്ലെങ്കിൽ വേറെ ഒന്നും ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെർമോമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് ടെമ്പറേച്ചർ കൂടുതലാണ് എന്നുണ്ടെങ്കിലും വേറെ ഡിസ്കംഫേർട്ട് എന്തെങ്കിലും കുഞ്ഞ് കാണിക്കുന്നുണ്ട് എങ്കിലും അപ്പോൾ നമ്മൾ ഉടനടി നിങ്ങളൊരു പീഡിയാട്രിഷ്യനെ കൊണ്ട് കാണിക്കുന്നത് നല്ലതായിരിക്കും.
അല്ലാത്ത പക്ഷം തന്നെ ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ഓവർ ക്ലോത്തിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലൂസനാക്കി കൊടുക്കുക. അവരുടെ റൂം ഒന്ന് വെന്റിലേറ്റ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര എസിയിൽ കിടത്തണം എന്നല്ല ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ തണുത്ത റൂമിൽ കിടത്തണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. പുറത്ത് ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒന്ന് അവരുടെ റൂമൊക്കെ ഒന്ന് വെന്റിലേറ്റ് ചെയ്ത് ഒന്ന് അവർക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ ഒന്ന് അവരെ കിടത്തുക. ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ആൻഡ് ഫാമിലീസുമായിട്ട് ഇതൊന്ന് ഷെയർ